RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. സത്യഭാമയുടെ മനസ്സിലെ കറുപ്പാണ് പുറത്തുവന്നത് എന്ന് തൃപ്പൂണിത്തുറ RLV കോളേജ് പ്രിൻസിപ്പൽ R രാജലക്ഷ്മി. പ്രസ്താവന അപമാനകരമാണ്. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികളും കോളേജ് ആലോചിക്കുന്നുണ്ട്. കലയിൽ ജാതിയും വർണ്ണവും നിറയ്ക്കുന്നത് ഈ അധ്യാപികയുടെ വല്ലാത്ത മനസ്സാണ് പ്രകടമാക്കുന്നത് എന്നും പ്രൊഫസർ R രാജലക്ഷ്മി ജനം ടിവിയോട് പറഞ്ഞു. തൃപ്പൂണിത്തുറ RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിന്റെ അഭിമാനമായ നർത്തകനും നടനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ നിറത്തിന്റെ പേരിൽ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കടുത്ത പ്രതിഷേധത്തിലാണ്. ചാലക്കുടിക്കാരനായ നർത്തകനെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലും സത്യഭാമ അധിക്ഷേപം ആവർത്തിച്ചതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. സത്യഭാമയുടെ മനസ്സിലെ കറുപ്പാണ് പുറത്തുവന്നത് തൃപ്പൂണിത്തുറ RLV കോളേജ് പ്രിൻസിപ്പൽ R രാജലക്ഷ്മി കുറ്റപ്പെടുത്തി. പ്രസ്താവന അപമാനകരമാണ്. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികളിലേക്കും കടക്കാനൊരുങ്ങുകയാണ് RLV കോളേജ്. കറുത്തതിനോട് എന്താണ് ഇവർക്ക് ഇത്രയും ദേഷ്യം എന്ന് എനിക്കറിയില്ല. എന്തായാലും കറുപ്പായാലും വെളുപ്പായാലും ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് മറ്റു ഈ കല പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ വളരെയധികം തളർത്തുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ അധ്യാപിക നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗന്ദര്യമില്ലാത്തവരെ പഠിപ്പിക്കില്ലേ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവർ കല അഭ്യസിക്കാൻ പാടില്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് എല്ലാവർക്കും സൗന്ദര്യമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ടീച്ചറിൻ്റെ മനസ്സിൻ്റെ കറുപ്പാണ് കാണിക്കുന്നത്. അത് ആ കറുപ്പിനെ ഒന്ന് മാറ്റുക, വെളുപ്പാക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. RLVയും കലാമണ്ഡലവും അടക്കമുള്ള കലാലയങ്ങളിൽ നൃത്തപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലും നോവായാണ് നൃത്താധ്യാപിക കൂടിയായ കലാമണ്ഡലം സത്യഭാമയുടെ മുനയുള്ള വാക്കുകൾ പതിച്ചത്. ജാതിയും മതവും വർണ്ണവും ദേശവുമല്ല കലാകാരന്റെ മൂല്യം അളക്കുന്നതെന്ന തിരിച്ചറിവാണ് കലാമണ്ഡലം സത്യഭാമയെ പോലുള്ളവർ വേണ്ടതെന്ന് കലാലോകവും ഓർമ്മപ്പെടുത്തുന്നു. ജനം, കൊച്ചി.